കലക്കി കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ. അതെ, സൂക്ഷിച്ച് സൂക്ഷിച്ച് അന്യോന്യം ഇടിക്കാതെ വേണം ഓടാൻ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇനി അങ്ങോട്ട് കുത്തനെ ഇറക്കമാണ്. സൂക്ഷിച്ച്, മുതലാളിമാർ വീഴാൻ പാടില്ല. ഈ മഞ്ഞുമലകളിൽ ഇങ്ങനെ കളിക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എന്ന് നമുക്ക് റേസ് ആരംഭിച്ചാലോ? മല്ല, ഇത്രയും ഭാരമെടുത്താൽ നിന്റെ ഡോഗുകൾക്ക് ഒരിക്കലും ജയിക്കാനാവില്ല. യു സിലി ബില്ലി മാൻ. മധവ, നീ അഥവാ റേസ് ജയിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. കാരണം നീ പീക്കിരിയാണ്. സൈഡിലേക്ക് മാറേ. അവരുടെ ഓട്ടം കണ്ടിട്ട് നിന്റെ ദേഹത്ത് ഓട്ടം വീഴുമെന്ന് എനിക്ക് തോന്നുന്നത്. മാറേ. എനിക്ക് ഇതിലും വേഗത്തിൽ ഓടാൻ കഴിയും. നീ ഇതിലും വേഗത്തിൽ ഓടിയാൽ നിനക്ക് ഞാനൊരു ചീസ് കേക്ക് മേടിച്ചു തരും. ചീസ് കേക്കോ? നിങ്ങൾക്ക് എന്താ കൂട്ടുകാരെ, ഈ സ്പീഡിലാണ് ഓടാൻ അറിയുന്നത്? കുറച്ചും കൂടെ സ്പീഡിൽ ഓട്. ഇവൻ ഇവരെക്കാൾ സ്പീഡിലാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാണ്. ഇത്ര സ്പീഡിൽ ഓടുന്ന ഒരു ഡോഗി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. നിങ്ങൾ എന്തിനാണ് ഇവരെ അടിക്കുന്നത്? കാരണം ഞങ്ങൾക്ക് തോൽക്കാൻ ഇഷ്ടമല്ല. അവന്മാരെന്ത് ദുഷ്ടന്മാരാ! ഇങ്ങനെ ചുമ്മാതെ ആരെങ്കിലും ഉപദ്രവിക്കാൻ പാടുണ്ടോ? കൊച്ചലിയെ നോക്കിയേ, ഇവരിവിടെ എന്താ ചെയ്യുന്നെന്ന് കണ്ടോ? ഹലോ, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക. ഞങ്ങളുടെ യജമാനൻ ഞങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കുക. എന്ത് കാര്യത്തിനാ ശിക്ഷിച്ചത്? ഞങ്ങളുടെ യജമാനും അദ്ദേഹത്തിന്റെ അനിയനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയും റേസ് വെക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരെയും സ്ലൈഡിൽ കെട്ടി ഓടിക്കാറുണ്ട്. ആരുടെ ഡോഗാണോ തോൽക്കുന്നത് അവർക്ക് ഭക്ഷണം കിട്ടാറേ ഇല്ല. കൂടാതെ ഒരാഴ്ച കഠിനമായ ശിക്ഷയും കിട്ടും. ഇന്നത്തെ റേസില് ഞങ്ങൾ തോറ്റു, അതുകൊണ്ടാണ് ഈ ശിക്ഷ കിട്ടിയത്. നിങ്ങൾക്കും മല്ലനെയും മാധവനെയും പോലെ യജമാനന്മാരുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എന്നും കരയേണ്ടി വന്നേനെ. ഞങ്ങളെ മഹാമാര് പോലും കരയിച്ചിട്ടില്ല. പിന്നെയാണ് ഈ കഥാബുക്കിലെ മല്ലനും മാധവനും. അയ്യോ, അവരുടെ പേരാ മല്ലനും മാധവനും. അവരാ ഇവിടെ റേസ് നടത്താറുള്ളത്. നിങ്ങൾ എന്താ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാത്തെ? ഞങ്ങൾ രക്ഷപ്പെട്ടാലും അവരുടെ ആൾക്കാർ ഞങ്ങളെ പിടികൂടും. 2 ദിവസത്തേക്ക് ഭക്ഷണം ഉണ്ടാവില്ല. ഈ ഏരിയയിൽ സ്പീഡിൽ ഓടുന്ന എല്ലാ ഡോഗുകളെയും അവര് പിടികൂടിയിരിക്കുകയാണ്. എടാ സോർദാറേ, നീ സ്പീഡിലല്ലേ ഓടിയത്? മിക്കവാറും അവർ നിന്നെ പൊക്കിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. സംശയമുണ്ടോ? ആ ഡോഗിനെ എവിടെന്നെങ്കിലും പിടിച്ചോണ്ട് വാ. യു സിലി ബില്ലി മാൻ. പക്ഷെ ഞങ്ങൾ അതിനെ എവിടെ അന്വേഷിക്കാനാ? എവിടെയെങ്കിലും അന്വേഷിക്കുക. ഈ റേസ് എനിക്ക് ജയിച്ചേ പറ്റൂ. കഴിഞ്ഞ തവണ ഞാൻ തോറ്റുപോയി. എനിക്ക് ആ ഡോഗിനെ വേണം. ശരി, പക്ഷെ ആ ഡോഗ് ആരുടേതാണ്? ആ ഡോഗ് എന്റേതാണ്. Get him, get him. എനിക്ക് ആ ഡോഗിനെ ഗേറ്റിന്റെ അകത്ത് കിട്ടണം, എന്റെ ഡോഗ് ഹൗസിൽ. എന്റെ ഡോഗ് ഹൗസിൽ അവർ വന്നില്ലെങ്കിൽ അടുത്ത തവണ നിങ്ങളെ ആയിരിക്കും ഡോഗിന് പേര് ഓടിക്കുന്നത്. പിന്നെ ആ ഡോഗിനെ ഒരിക്കലും മല്ലന് കിട്ടരുത്. ആ ഡോഗിനെ ഒരിക്കലും മാധവന് കിട്ടാൻ പാടില്ല. ഗോ ഗോ, വേഗം ചെല്ല്. കലത്തിലുള്ള വെള്ളം പോലും ഐസായി മാറി. എനിക്ക് ദാഹിക്കുന്നേ. ഇനി എവിടെ നിന്നാണ് കുറച്ച് വെള്ളം കിട്ടുക? ഇവനാണ്, പിടിച്ചോ. ഓ, ഈ തണുപ്പത്തും ബുദ്ധിയും തണുത്തു പോയോ? ഞാൻ എന്തിനാ മണം പിടിക്കുന്നത്? വെള്ളത്തിന് മണമില്ലല്ലോ. നിങ്ങൾ ഈ ഡോഗിന്റെ പുറകെ വരുന്ന മാധവൻ സാറിന് അറിയാമായിരുന്നു. പക്ഷെ ഇവനെ കൊണ്ടുപോകുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങൾക്ക് വിട്ടതാ. ഞാൻ നിനക്ക് മോമോസ് വാങ്ങിത്തരാം. എടാ, മോമോസ് വേണമെങ്കിൽ നിനക്ക് ഞാൻ വാങ്ങിത്തരാം. പറയുന്ന കേൾക്കനിയാ. അഥവാ ഡോഗിനെ കൊണ്ടുവന്നില്ലെങ്കിൽ മാധവൻ സാർ ഞങ്ങളെ ഡോഗാക്കി റേസിൽ ഓടിപ്പിക്കും. അപ്പൊ ഇവനില്ലാതെ ചെന്ന് കഴിഞ്ഞാ മാധവൻ സാറ് ഞങ്ങൾക്ക് പാർട്ടി തരൂ. ഇത്തവണ ഈ ഡോഗിനെ ഞങ്ങൾ കൊണ്ടുപോട്ടെ. എടാ, ഞാൻ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവിടെ മറ്റാരോ ഉള്ളതായി എനിക്ക് തോന്നുന്നത്? ഒന്നും മണം പിടിച്ച് നോക്കാം. എടാ, കഴിഞ്ഞ പ്രാവശ്യം നീയല്ലേ കൊണ്ടുപോയത്? അടി മുഴുവൻ കൊണ്ടത് ഞങ്ങളാ. ഇത്തവണ എന്തായാലും ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. അയ്യോ, അതൊന്നും ശരിയാവില്ല അനിയ. ഇത്തവണ നീ പറഞ്ഞ ഒന്നും നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഫൈറ്റ്.
വേണമെങ്കിലൊരു താങ്ക്സ് പറഞ്ഞു. ഞാനാ നിങ്ങളെ രക്ഷിച്ചത്. യെസ് യെസ് താങ്ക് യു. ഇനി നീ എനിക്ക് മാത്രം സ്വന്തമാണ്. അയ്യോ, എന്നെ രക്ഷിക്കണേ, എന്നെ കൊല്ലം കൊണ്ടുവന്നേ. എന്റെ അമ്മേ, ഇത് കേട്ടിട്ട് സോർദാറിന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. വേഗം എഴുന്നേക്ക്, ദേ സോർദാറിനെ ആരോ തട്ടിക്കൊണ്ട് പോയേ. എല്ലാരും വേഗം വാ, നമുക്ക് എത്രയും പെട്ടെന്ന് അവർ പുറകെ പോകണം. രാവിലെ നീ വലിയ സ്പീഡിലല്ലേ ഓടിയത്, അനുഭവിച്ചോ? എന്തിനാ അവനെ പേടിപ്പിക്കുന്നത്? പാവത്തിന് ഇവിടെ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരും. നമ്മളെ പോലെ ഓടേണ്ടി വരും. ഇവർക്ക് എന്നെ ഇങ്ങനെ കെട്ടിയിടാൻ സാധിക്കില്ല. രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കാനേ പാടില്ല. നാളെ റേസാണ്. 4 ഭാഗത്തും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അനിയാ, ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ കൈവിട്ട് പോയതാണ്. നീ മറന്നേക്ക്, ഒന്ന് ശ്രമിച്ചു നോക്ക്. നാളത്തെ റേസ് എങ്ങാനും ജയിച്ചു കഴിഞ്ഞാ ഒരാഴ്ച നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും. ഇവർക്ക് എന്നെ നാളെ വരെ ഇവിടെ കെട്ടിയിടാൻ കഴിഞ്ഞാൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഇവരുടെ അടിമയായിരിക്കും. ഇനി നിങ്ങളും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് അയ്യോ, ഇതെന്താ ഇത്? എന്റെ കൂട്ടുകാരുടെ എൻട്രിയാണ്. അയ്യോ, ഇതാ പക്ഷേ. വാ സോർദാറേ. ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല. നാളത്തെ മാച്ചിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിന്റെ തലക്കെന്താടാ, നല്ല സുഖമില്ലേ? സംശയമുണ്ടോ? അല്ല പോപ്പേട്ട്, ഇവിടെ എന്റെ കൂടെയുള്ളവരെ എനിക്ക് ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെയും മല്ലനെയും മാധവനെയും എനിക്കൊരു പാഠം പഠിപ്പിക്കണം. സോർദാർ പറഞ്ഞ ശരിയാ. നിന്റെ പ്ലാൻ എന്താന്ന് പറ. നാളത്തെ റേസിൽ നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവർക്ക് നമ്മൾ നല്ലൊരു പണിയും കൊടുക്കും. അവന്മാർ ഇനി ഒരു ഡോഗിനെയും റേസിൽ നിർബന്ധിച്ച് പണിയെടുപ്പിക്കാൻ പാടില്ല. ഇവരെ എല്ലാവരെയും നമ്മൾ സ്വതന്ത്രരാക്കും. നാളത്തെ റേസിൽ മല്ലനും മാധവനും ആയിരിക്കില്ല, നമ്മളായിരിക്കും ജയിക്കുന്നത്. ആരുടെ ഭാഗത്തുനിന്നും ഒരു പിഴവ് പോലും സംഭവിക്കാൻ പാടില്ല. ഞാൻ കമന്റേറ്ററാണ്. തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തോണം. സംശയമുണ്ടോ? ഓക്കെ സാർ. അവന്മാര് വരുന്നുണ്ട്, വേഗം തയ്യാറായിക്കോ. ഈ ഡോഗോ? യു സ്റ്റുപ്പിഡ് മാൻ. മാധവൻ ആഗ്രഹിക്കുന്നത് എന്ത് നേടിയെടുക്കും. നീ നിന്റെ ഡോഗുകളെ ഒന്ന് നോക്ക്. ഏയ്, ഈ കുട്ടി ഡോഗുകൾ ഏതാണ്? ഞാനാണ് പോലാളി. ഇന്നത്തെ റേസ് എന്തായാലും നല്ല രസമായിരിക്കും. ബാക്കിയുള്ള രസം മുഴുവൻ എന്റെ കമന്ററിന്ന് കിട്ടിക്കോളും. സംശയമുണ്ടോ? എല്ലാവരും റെഡിയല്ലേ? അപ്പൊ ഇന്നറിയാം ആരൊക്കെ ജയിക്കുമെന്നും ആരൊക്കെ അടികൊള്ളുമെന്നും. സംശയമുണ്ടോ? കലക്കി, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതെ, സൂക്ഷിച്ച് സൂക്ഷിച്ച്, അന്യോന്യം ഇടിക്കാതെ വേണം ഓടാൻ. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇനി അങ്ങോട്ട് കുത്തനെ ഇറക്കമാണ്. സൂക്ഷിച്ച്, മുതലാളിമാർ വീഴാൻ പാടില്ല. നിർത്തൂ, നിർത്താൻ. ഇല്ല മലയാളി, ഞങ്ങള് റേസ് ജയിച്ചിട്ടേ നിർത്തൂ. കൊച്ചലിയാ, തുടങ്ങിയാലോ? നീ തുടങ്ങ. ഇന്നീ റേസിൽ വിന്നേഴ്സിനോടൊപ്പം നമുക്ക് 2 ഐസ്മാൻമാരെ കിട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ചോടിക്ക്, കൊക്കയുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? റേസ് നിർത്തോ. അതിന് ശരിക്കുള്ള റേസ് തുടങ്ങിയിട്ടില്ലല്ലോ.
രണ്ടുപേര് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. സംശയമുണ്ടോ? Stupid fellows! ഓടിക്കോ, ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. സംശയമുണ്ടോ? Thank you, sir. നിൽക്കാൻ നിൽക്കാൻ, ഇവരിൽ ആരാണ് മാധവനെ തോൽപ്പിക്കുന്നത്? എനിക്ക് മല്ലനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മിണ്ടിപ്പോവരുത്. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പാവം ഡോഗുകളെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയുള്ള ജീവിതകാലം നിങ്ങൾ ഇവിടെ കിടന്നാ മതി. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾ ഐസായി പോകും. ഇവിടെ വരൂ. നിങ്ങൾ ഇവിടെ കിടന്ന ഐസ് കെട്ടിയായാലും ജയിലിൽ കിടന്നുരുകിക്കോളും. നിങ്ങളെ പറ്റിയുള്ള എല്ലാ റിപ്പോർട്ടും എന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളിപ്പോ ചെയ്തത് ഒരു ധീരമായ പ്രവൃത്തിയാണ്. എല്ലാ ആനിമൽസിന്റെയും വകയായി ഞാൻ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ഞങ്ങളുടെ കടമയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ ചളങ്ങിപ്പോയാ സാറിനെതിരെ വധശ്രമത്തിന് കേസ് കൊടുക്കേണ്ടി വരും ഞങ്ങൾക്ക്.